SSLC ക്ലാസ് 10ന്റെ ബയോളജിയിലുള്ള തേർഡ് ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എമർജൻസിയുടെ സമയത്ത് എന്ത് ഹോർമോൺ ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എമർജൻസിയുടെ സമയത്ത് നമ്മുടെ ബോഡിക്ക് കുറെ പ്രിപ്പറേഷൻസ് വേണം അല്ലെ. അപ്പൊ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു ലയൺ വന്നു എന്ന് വിചാരിച്ചോളൂ. ലയൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിനും കാലിനും ഒക്കെ നല്ലോണം എനർജി കിട്ടണം. കാരണം എന്താണ്, നിങ്ങൾക്ക് ഓടാൻ പറ്റണം അല്ലെങ്കിൽ ലയണിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ കൈയിനും കാലിനും ലിംസ്, അതായത് ലിംസിന് നന്നായിട്ട് എനർജി കിട്ടണമെങ്കിൽ അവിടേക്ക് കുറെ ബ്ലഡ് വരണം. മാത്രല്ല ചുറ്റും ഉള്ളത് എന്തൊക്കെയാണെന്ന് നല്ലോണം കാണാൻ പറ്റണം. അപ്പൊ മാക്സിമം ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യണം. അതായത് പ്യൂപ്പിൾസ് നന്നായിട്ട് വികസിക്കണം. അതേപോലെ തന്നെ ഡൈജഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെക്കൻഡ് പ്ലേസ് എടുക്കുള്ളൂ. മറിച്ച് എമർജൻസി എന്താണ്, അതിനെ ടാക്കിൾ ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ബോഡി ചെയ്യും. നന്നായിട്ട് കയ്യിലേക്കും കാലിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യും. അപ്പൊ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടണം. അതുപോലെ മാക്സിമം എയർ ലങ്സിലേക്ക് എടുക്കണം. സോ ദാറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ റെഡി ആവണം. അപ്പൊ ഇതിനെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതിനെ സഹായിക്കുന്നതാണ്. അത് മാത്രല്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഹോർമോണൽ എൻഡോക്രൈൻ സിസ്റ്റവും ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? അതിന്റെ ഹോർമോൺസ് ആരാ ഉണ്ടാക്കണേ? അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് ഇതിനാവശ്യമുള്ള എമർജൻസി ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാ സ്ഥിതി ചെയ്യണേ? കിഡ്നിയുടെ മുകളിലാണ് അഡ്രീനൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ കിഡ്നീസിന്റെ മുകളില്. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ടിന്, അതായത് ഔട്ടർ പാർട്ടിനെ നമ്മൾ പറയുന്നത് ഔട്ടർ കോർട്ടെക്സ് എന്നും ഉള്ളിലത്തെ പാർട്ടിനെ പറയുന്നത് ഇന്നർ മെഡ്യൂല എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കിയ അഡ്രീനൽ ഗ്ലാൻഡ്, അതായത് കിഡ്നിയുടെ മുകളിലുള്ള അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ കോർട്ടെക്സിൽ നിന്നും 3 ഹോർമോൺ ആണ് പുറപ്പെടുന്നത്. അതെന്താത്? സെക്സ് ഹോർമോൺസ്, ആൽഡോസ്റ്റിറോൺ, കോർട്ടിസോൾ, സാക്ക് എന്ന് ഷോർട്ട് ഫോമിൽ പഠിക്കാം. ഔട്ടർ കോർട്ടെക്സിൽ നിന്നും വരുന്നത് സെക്സ് ഹോർമോൺസ് എസ്, ആൽഡോസ്റ്റിറോൺ എ ആൻഡ് കോർട്ടിസോൾ സി, സാക്ക് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പഠിക്കും. അതേസമയം ഇന്നർ മെഡുലയിൽ നിന്നും വരുന്നത് നോർ എപ്പിനെഫ്രിനും അതേപോലെ എപ്പിനെഫ്രിനും, രണ്ട് സാധനങ്ങളാണ് വരുന്നത്. നോർ എപ്പിനെഫ്രിനുമാണ് ഇന്നർ മെഡുലയിൽ നിന്ന് വരുന്നത്. അപ്പൊ നോക്കിയാൽ ഇന്നർ മെഡുലയിലെ എപ്പിനെഫ്രിനെയും നോർ എപ്പിനെഫ്രിനെയും നമുക്ക് പഠിക്കാം. എപ്പിനെഫ്രിന്റെ വേറൊരു പേരാണ് അഡ്രീനാലിൻ. നോർ എപ്പിനെഫ്രിന്റെ വേറൊരു പേരാണ് നോർ അഡ്രീനാലിൻ. ഓക്കെ, അഡ്രീനാലിനും നോർ അഡ്രീനാലിനും. അപ്പൊ ഈ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നന്നായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എമർജൻസിയുടെ സമയത്ത് നന്നായിട്ട് ആക്ട് ചെയ്യും. ഇതിന്റെ കൂട്ടത്തില് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിൻ രണ്ട് പേരും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് ആക്ട് ചെയ്യും. സോ because of adrenaline, noradrenaline and sympathetic nervous system, we can resist the situation or withdraw from the situation. We can fight the situation or flight from the situation. Okay, അപ്പൊ 3 പേരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സിമ്പത്തറ്റിക് സിസ്റ്റം, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഈ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രീനാലിൻ, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രീനാലിൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇന്നർ മെഡ്യൂല ഓഫ് ദി അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതേസമയം ഔട്ടർ കോർട്ടെക്സിൽ നിന്ന് എന്തൊക്കെയാ ഉണ്ടാവണേ? സാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. അതായത് സെക്സ് ഹോർമോൺസ് എന്താ ചെയ്യണേ? സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെക്സ് ഹോർമോൺസിന്റെ പണി എന്ന് പറയുന്നത്. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുന്നത്? ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ തന്നെ ബോഡിയിൽ ബ്ലഡില് ഉപ്പുണ്ടാവണം. ബോഡിയിലെ ഉപ്പിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഉപ്പിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മൊത്തം അയോണിക് ബാലൻസ് പോയിട്ട് ബോഡിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഈ BP പോലത്തെ അസുഖങ്ങൾ. ഉപ്പിന്റെ അളവ്
മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ ആൽഡോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് കറക്റ്റ് സോൾട്ട് വാട്ടർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എവിടെ പോയി ആക്ട് ചെയ്യും? കിഡ്നിയിൽ പോയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് 11th 12th കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ആൽഡോസ്റ്റെറോൺ ആണ് സോൾട്ട് വാട്ടർ ലെവല് കറക്റ്റ് ആയിട്ട് കിഡ്നിയുടെ മുകളിൽ ആക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സോൾട്ട് വാട്ടർ ലെവലില് ആൽഡോസ്റ്റെറോൺ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ പുള്ളി എന്ന് പറയുന്നത് ആൽഡോസ്റ്റെറോൺ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് വെച്ച് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ പണി എന്താണെന്നറിയോ? ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. ഗ്ലൂക്കോസ് എവിടെ നിന്ന് ഉണ്ടാക്കും? പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും ഉണ്ടാക്കുക എന്നുള്ളതാണ് കോർട്ടിസോളിന്റെ പണി എന്ന് പറയുന്നത്. ഇത് മാത്രല്ല വേറൊരു കാര്യം കൂടി ചെയ്യും. നമ്മുടെ ഡിഫൻസ് സെല്ല് ഉണ്ടല്ലോ, ഡിഫൻസ് സെല്ല് എന്ന് പറയുന്നത് വേണ്ടാത്ത ജേംസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് പോലെ അങ്ങോട്ട് പോയി അടിച്ചിടിച്ച് ഓടിക്കുന്ന സെൽസിനെയാണ് ഡിഫൻസ് സെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ചില പെർട്ടിക്കുലർ കേസിൽ ഡിഫൻസ് സെല്ലിന്റെ ആക്ഷൻസ് അന്ന് സ്ലോ ഡൗൺ ചെയ്യണം. കാരണം ഇപ്പൊ ജേംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിഫൻസ് സെല്ല് വെറുതെ പോയിട്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഡിഫൻസ് സെല്ലിന്റെ ആക്ഷനെ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കുന്നതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് അങ്ങോട്ട് യുദ്ധം വേണ്ട, തൽക്കാലം ഒന്ന് പതുക്കെ നിർത്തിവെക്കുക എന്ന് പറയുന്നതാണ് കോർട്ടിസോളിന്റെ പണി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും അലർജി അതേപോലെ ഇൻഫ്ലമേഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് കോർട്ടിസോളിന്റെ ഒരു ഭരണഘടനയിൽ പെടുന്ന സംഭവമാണ്. അപ്പൊ കോർട്ടിസോളിന്റെ പണി എന്തൊക്കെയാണ്? പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കുക, അതേപോലെ ഡിഫൻസ് സെല്ലിന്റെ ആക്ഷൻ ഇത്തിരി കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുക, അതുപോലെ ഇൻഫ്ലമേഷനെ അലർജീനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് കോർട്ടിസോളിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എമർജൻസിയുടെ സമയത്ത് സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ കൂടെ ആക്ട് ചെയ്യുന്ന ചേട്ടന്മാരാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അത് കാരണമാണ് നമുക്ക് എമർജൻസി സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പഠിച്ചു. ഈ എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്സ് വിച്ച് ആർ പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് ദി കിഡ്നീസ്, അതിന്റെ ഇന്നർ മെഡുലയിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളത് പഠിച്ചു. അതേസമയം ഈ അഡ്രീനൽ ഗ്ലാൻഡ്സിന്റെ ഔട്ടർ കോർട്ടെക്സിൽ നിന്നും 3 ഹോർമോൺസ് വിച്ച് സെക്സ് ഹോർമോൺ, ആൽഡോസ്റ്റെറോൺ ആൻഡ് കോർട്ടിസോൾ ഉണ്ടാവും എന്നുള്ളത് പഠിച്ചു. സെക്സ് ഹോർമോൺസ് സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനും, ആൽഡോസ്റ്റെറോൺ എന്ന് പറയുന്നത് ബി പി മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും സോൾട്ട് വാട്ടർ ലെവല് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ആണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് പഠിച്ചു. കോർട്ടിസോളിന് 3 ഫംഗ്ഷൻ പഠിച്ചു, വിച്ച് ഇസ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഫ്രം ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ, ഡിഫൻസ് സെല്ലിന്റെ ആക്ഷൻസ് കുറയ്ക്കുക, അതേപോലെ ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചില്ലേ, ഈ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഈ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എമർജൻസി സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് എ വെരി വെരി ഗുഡ് എക്സാമ്പിൾസ് ദാറ്റ് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് എല്ലാം നെർവസ് സിസ്റ്റത്തിന്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും ഒരു എന്താ പറയുക ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കാരണമാണ് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് ഒക്കെ മര്യാദയ്ക്ക് നടന്നു പോകുന്നത് എന്നുള്ളത്. സോ ദിസ് ഹോർമോൺ ആക്ടിവിറ്റി is an example of coordinated activity of nervous system and endocrine system എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എമർജൻസി സിറ്റുവേഷന്റെ ഹോർമോൺസ് എന്താന്ന് കണ്ടു. ഇനി ബയോളജിക്കൽ ക്ലോക്ക്. അപ്പൊ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആയിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് വിശപ്പ് വരിക, കറക്റ്റ് ആയിട്ട് എണീക്കുക, ഇതൊക്കെയാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ശരിക്കും പറയുന്ന സമയം അറിയാൻ പറ്റും. നമ്മളിപ്പോ രാത്രി കിടക്കുമ്പോഴത്തേക്കും നാളെ കാലത്ത് കൃത്യം 5 മണിക്ക് എഴുന്നേക്കും എന്ന് എന്റെ ബോഡിയുടെ അടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, ഉറപ്പായിട്ട് നമുക്ക് അടുത്ത ദിവസം കാലത്ത് 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് അവർ ബോഡി ഹാസ് എ കോൺഷ്യസ്നെസ്. ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു റിത്തമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് പകുതി കൂടുതലും നന്നായിട്ട് നടക്കും, നമുക്ക് നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും എന്ന് പറയാം. അപ്പൊ എല്ലാ ദിവസവും നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി തന്നെ നമ്മുടെ അടുത്ത് പറയും പ്ലീസ് ഗോ ആൻഡ് ഡു എക്സസൈസ് എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് തന്നെ തോന്നും. സോ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം ജീവിക്കേണ്ടത്, ബയോളജിക്കൽ ക്ലോക്കിനെ ആരോഗ്യപരമായി വെക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതിന്റെയും മാത്രമാണ് പഠിക്കാനുള്ളത്. സോ സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ് എന്ന് പറയുന്നത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിത്തമാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ആക്ടിവിറ്റി ആണ്
അല്ലെ. അപ്പൊ ഇങ്ങനെ റിത്തമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സെന്റർ ഉണ്ട്, പ്രോപ്പർ സെന്ററില് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് ഇങ്ങനത്തെ റിത്തമാറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ പീനിയൽ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്ന അറിയോ? പീനിയൽ ഗ്ലാൻഡ് മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ പുറപ്പെടുവിക്കും. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന്റെ റിത്തം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നൈറ്റ് സമയത്ത് ഭയങ്കര കൂടുതലാണ്. അതേസമയം ഡേ ടൈമില് അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിന്റെ അർത്ഥം എന്താണ്? മെലാറ്റോണിൻ കൂടുതലുള്ള നൈറ്റ് സമയത്ത് നമുക്ക് ഉറക്കം വരും. മെലാറ്റോണിൻ കൂടുമ്പോഴത്തേക്കും നമ്മൾ വി ഓട്ടോമാറ്റിക്കലി സ്ലീപ്പ്. അപ്പൊ ഈ സ്ലീപ്പിംഗ് പിൽസിലൊക്കെ മെലാറ്റോണിൻ സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് മര്യാദയ്ക്ക് ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാമല്ലോ. അപ്പൊ അതിൽ മെലാറ്റോണിൻ ആണ് ഈ പറയുന്ന പോലെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ ഹോർമോണിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, വേറൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസംസ് കൺട്രോൾ ചെയ്യുക. എങ്ങനത്തെ ആൾക്കാരെന്നറിയോ? ഇങ്ങനെ കറക്റ്റ് ഡെഫിനറ്റ് റീപ്രൊഡക്റ്റീവ് പീരിയഡ് ഉള്ള ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്ഷൻ. അപ്പൊ ചില ഓർഗാനിസത്തിന് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രമേ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പീരിയഡ്സ് അതിനുണ്ടാവും. അങ്ങനത്തെ റീപ്രൊഡക്റ്റീവ് പീരിയഡ് ഉള്ള ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെ പീനിയൽ ഗ്ലാൻഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അതിനും ഒരു ഋത്തം ഉണ്ട് അല്ലെ. എല്ലാ മാസത്തിലും പറ്റില്ല, എന്നാൽ ചില മാസത്തിന്റെ ചില ദിവസങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ. അതിനൊരു ഋത്തമുണ്ട് അല്ലെ. ആ ഋത്തം ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ റീപ്രൊഡക്റ്റീവ് പീരിയഡ്, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെഫിനറ്റ് റീപ്രൊഡക്റ്റീവ് പീരിയഡ് ഉള്ള ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എന്താ പഠിച്ചത്? പീനിയൽ ഗ്ലാൻഡിന്റെ കാര്യമാണ് പഠിച്ചത്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു സെന്ററിലായിട്ട് വരും. അത് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണിന്റെ പേര് മെലാറ്റോണിൻ. അത് സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഗ്രോത്ത് ഹോർമോണിന്റെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പയറുമണി പോലെ പീസിന്റെ സൈസ് മാത്രമേ ഉള്ളൂ. അതും ബ്രെയിനിൽ തന്നെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എന്താണെന്ന് അറിയാമോ? സൊമാറ്റോട്രോപിൻ എന്നാണ് പേര്. Okay, the hormone that produces growth of the body during the growth phase. അപ്പൊ ഗ്രോത്ത് ഫേസിൽ മാത്രമാണ് ഈ ഒരു സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുന്നത്. നമ്മളൊരു 10-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും എന്താണ്, നമ്മളുടെ ബോഡിയുടെ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു. പിന്നെയുള്ളത് സെക്ഷൽ മെച്യൂരിറ്റി ആണ് അല്ലെ. അപ്പൊ ആ ഗ്രോത്ത് ഫേസില് ബോഡിയുടെ വലിപ്പം കൂടുന്നത്, ബോൺസിന്റെ വലിപ്പം കൂടുന്നത്, മസിൽസിന്റെ സൈസ് കൂടുന്നത് എല്ലാം ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ കാരണമാണ്, സൊമാറ്റോട്രോപിൻ കാരണമാണ്. അപ്പൊ ഈ സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത് കൃത്യമായ അളവിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങാനും സൊമാറ്റോട്രോപിൻ കൂടിയെന്ന് വിചാരിച്ചോളൂ, ആള് ഭയങ്കര പൊക്കം വെക്കും, ഭയങ്കരമായിട്ട് പൊക്കം വെക്കും. ഈ ഒരു കണ്ടീഷനെയാണ് എക്സസീവ് ഗ്രോത്ത് വരുന്ന കണ്ടീഷൻ. ബിക്കോസ് ഓഫ് എക്സസ് ഓഫ് സൊമാറ്റോട്രോപിനെയാണ് നമ്മൾ ജൈജാൻഡിസം എന്ന് പറയുന്നത്. അതേസമയം സൊമാറ്റോട്രോപിൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രോത്ത് വളരെ കുറവായിരിക്കും. ഇറ്റ് ലീഡ്സ് ടു അനദർ സ്റ്റേജ് വിച്ച് ഇസ് നോൺ ആസ് ഡ്വാർഫിസം. ഡ്വാർഫായിട്ട് മാറും, പൊക്കമില്ലാത്ത ആളായിട്ട് മാറും. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടേ ഒരു 18 വയസ്സ് 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സൊമാറ്റോട്രോപിൻ എങ്ങാനും കൂടിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം, അതായത് ഫിംഗേഴ്സ് വിരലുകൾ മാത്രം, അല്ലെങ്കിൽ താടിയില് ജോസ് മാത്രം, അല്ലെങ്കിൽ മുഖത്തിലുള്ള ബോൺസ് മാത്രം വലുതാവും. അതിനെയാണ് അക്രോമെഗലി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത്. അക്രോമെഗലി എന്ന് പറയുന്നത് സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്ന ഹോർമോൺ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന അസുഖത്തിനെയാണ് അക്രോമെഗലി എന്ന് പറയുന്ന കണ്ടീഷൻ. അസുഖം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അതെന്ന് പറയുന്നത് മുഖം മാത്രം വലുതാവുക, അല്ലെങ്കിൽ കൈകളും കാലുകളും മാത്രം, കൈയിന്റെ വിരലുകളും കാലിന്റെ വിരലുകളും മാത്രം വലുതാവുക, ജോസ് മാത്രം വലുതാവുക എന്നൊക്കെയാണ് അതിന്റെ ഒരു സിംറ്റം. അങ്ങനെയായിരിക്കും അവരെ കാണാനായിട്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ നിന്നും, ആന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഫ്രണ്ട് ഭാഗം, ഓൾമോസ്റ്റ് അങ്ങനെയാണ് പറയാ, ഫ്രണ്ട് ഭാഗം. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ നിന്നും കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോൺസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബാക്കിയുള്ള ഗ്ലാൻഡുകളുടെ പ്രവർത്തനം ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ നിന്ന് ഒരു ഹോർമോൺ പോയിട്ട് വേറെ, ഇപ്പൊ തൈറോയിഡിന്റെ ഗ്ലാൻഡിന്റെ അടുത്ത് പറയും നിങ്ങൾ തൈറോയിഡ് ഉണ്ടാക്ക് എന്ന് പോയി പറയുന്നതാണ് ഇവരുടെ പണി. So, anterior lobe of the pituitary gland produces a lot of hormones. What does it do? It regulates the function of other endocrine glands. ബാക്കിയുള്ള ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ഹോർമോൺസ് ആണ്. ഇങ്ങനെയുള്ള ഹോർമോൺസിനെയാണ് ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ട്രോപ്പിക് ഹോർമോൺസ്? ട്രോപ്പിക് ഹോർമോൺസ് ആർ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ആന്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. വാട്ട് ഡു ദേ ഡു? They regulate the function of other endocrine glands. അപ്പൊ ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഇവരാണ്. അപ്പൊ മനസ്സിലായോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് മൊത്തം എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വലിയൊരു റോളാണ്. കാരണം മൊത്തം കുറേ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ ഈ ട്രോപ്പിക് ഹോർമോൺസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതേപോലെ ആഡ്രീനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, ഗൊനാഡോട്രോപ്പിക് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, അതുപോലെ പ്രോലാക്ടിൻ ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലതാണ് ട്രോപ്പിക് ഹോർമോൺസ്. ഇതില് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കണ്ടോ, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദി ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അതേസമയം അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോണോ, അത് ഈ അഡ്രീനോ കോർട്ടിക്കോ കണ്ടോ, അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിന്റെ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അതേസമയം ഗൊണാഡോട്രോപ്പിക് ഹോർമോണോ, ഗൊണാഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ സെക്ഷൽ ഓർഗൻസിനെയാ പറയുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മെയിൽസിലെ ടെസ്റ്റിസിനെയും ഫീമെയിൽസിലെ ഓവറീസിന്റെയും ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ആണ്. അപ്പൊ മെയിൽസിലെ ടെസ്റ്റിസിനെയും ഫീമെയിൽസിലെ ഓവറീസിന്റെയും ആക്ടിവിറ്റി ആരാ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ്. ഇനി ഗ്രോത്ത് ഹോർമോണും സൊമാറ്റോട്രോപ്പിക് ഹോർമോൺസ്, ഇത് രണ്ടെണ്ണവും ഗ്രോത്ത് ഹോർമോൺ ആണെങ്കിലും സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണെങ്കിലും ഗ്രോത്ത് ഓഫ് ദ ബോഡി പ്രൊമോട്ട് ചെയ്യുന്ന ടീംസ് ആണ്. പ്രോലാക്ടിൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, അത്ര മാത്രമേ ഉള്ളൂ. മിൽക്കിന്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോലാക്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മൾ എന്തും കൂടി കണ്ടു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കാര്യവും കൂടി കണ്ടു. ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്, ഇത്രയും സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എവിടെ നിന്നാണ്? നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ പാർട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഹോർമോൺസിന്റെ കാര്യം പറഞ്ഞു. ഇനി പോസ്റ്റീരിയർ പാർട്ട്, അതായത് പുറകിലത്തെ വശത്ത് നിന്ന് എന്തൊക്കെ ഹോർമോൺസ് ഉണ്ടാവും? 2 ഹോർമോൺസ് ആണ് ഉണ്ടാവുന്നത് പുറകിലത്തെ വശത്ത് നിന്ന്. ഏതൊക്കെയാ? ഓക്സിറ്റോസിനും വാസോപ്രസിൻ, 2 ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ എവിടെ നിന്ന് ഉണ്ടാവണേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പുറകിലത്തെ പോസ്റ്റീരിയർ ലോബിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അപ്പൊ ഈ പോസ്റ്റീരിയർ ഗ്ലാൻഡ്, നമ്മൾ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു പറയില്ല, അതായത് ഓക്സിറ്റോസിനും വാസോപ്രസിൻ. ഇത് ആരാ ഉണ്ടാക്കണേന്ന് അറിയോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് ഹൈപ്പോതലാമസ്, ബ്രെയിനിൽ തന്നെയുള്ള ഹൈപ്പോതലാമസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമസിലുള്ള ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ്, ചില നെർവ്സ്, ഹൈപ്പോതലാമസിലുള്ള നെർവ്സ് എല്ലാം ഇതുപോലത്തെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും, അതിനെ ഉണ്ടാക്കി സെക്രീറ്റ് ചെയ്യും. അപ്പൊ നെർവ്സ് ഉണ്ടാക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നതിനെയാണ് എന്താ പറയാ, ന്യൂറോ സെക്രീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോതലാമസിലുള്ള ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ട്. അത് എവിടെ പോയി സ്റ്റോർ ആവുന്ന അറിയോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ പോയിട്ട്, പുറകിലത്തെ ലോബിൽ പോയിട്ട് സ്റ്റോർ ആവും. ഓക്കെ, അപ്പൊ പോസ്റ്റീരിയർ ലോബ് ഈ 2 ഹോർമോൺസിനെയും സ്റ്റോർ ചെയ്ത് വെക്കും, ആവശ്യാനുസരണം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും.
ഓക്കെ. അപ്പൊ ഈ രണ്ട് ഹോർമോൺസിന്റെ പണി എന്താണ്? ഓക്സിറ്റോസിന്റെ പണി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ചൈൽഡ് ബർത്തിന്റെ സമയത്താണ് ഓക്സിറ്റോസിന്റെ ആക്ഷൻ കൂടുതലും വരുന്നത്. അപ്പൊ ചൈൽഡ് ബർത്തിന്റെ സമയത്ത് കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അതായത് കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് പാർട്യൂറേഷൻ എന്ന് പറയുന്ന കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്, യൂട്രസിന്റെ കോൺട്രാക്ഷൻ കാരണമാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ യൂട്രസിന്റെ സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുക, യൂട്രൈൻ വാളിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുക ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ചൈൽഡ് ബർത്ത്. അതാണ് നമ്മുടെ ഓക്സിറ്റോസിന്റെ പണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാക്ടേഷനും മിൽക്ക് പ്രൊഡക്ഷനെയും ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഓക്സിറ്റോസിന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് പണിയാണ്. യൂട്ടറൈൻ വാളിന്റെ സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ ചൈൽഡ് ബർത്ത്. രണ്ടാമത് ലാക്ടേഷനെ ഹെൽപ്പ് ചെയ്യുക, ലാക്ടേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. ഇത് രണ്ടെണ്ണാണ് ഓക്സിറ്റോസിന്റെ പണി എന്ന് പറയുന്നത്. ഇനി വാസോപ്രസിന് വേറൊരു പേരുണ്ട്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് അതിന്റെ പേര്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പൊ അതിന്റെ പണി എന്താണ്? കിഡ്നിയിൽ നിന്നും വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഫ്രം കിഡ്നി ഈസ് ഡൺ ബൈ വാസോപ്രസിൻ ഓർ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പൊ വാസോപ്രസിൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വെള്ളം കിഡ്നിയിൽ നിന്നും റീഅബ്സോർബ് ചെയ്തിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വെള്ളത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന്റെ ഒരു പടം തന്നിട്ടുണ്ട്. അപ്പൊ ആ പടത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഫിഗർ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി നോക്കാം. വാസോപ്രസിൻ ഉണ്ടാവുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? വാസോപ്രസിൻ ഉണ്ടാവുമ്പോ ആ വെള്ളം ബോഡിയിലേക്ക് തിരിച്ച് റീഅബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കിഡ്നിയിൽ നിന്നും വെള്ളം തിരിച്ച് റീഅബ്സോർബ് ചെയ്യും, ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ബോഡിയിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ബോഡിയിൽ തന്നെ അത്രയും വെള്ളം വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മറിച്ച് യൂറിനായിട്ട് അത് പുറത്തേക്ക് പോകണം. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും റീഅബ്സോർബ് ചെയ്ത് ബോഡിയിൽ തന്നെ വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ട് തിരിച്ച് വെള്ളം റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ വാസോപ്രസിൻ കുറച്ചുണ്ടാക്കിയാൽ മതി. വാസോപ്രസിൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആവശ്യത്തിൽ അധികമുള്ള വെള്ളം യൂറിനായിട്ട് പാസ് ചെയ്യും, അതായത് യൂറിന്റെ അളവ് കൂടും. മനസ്സിലായോ? ഇനി അഥവാ ബോഡിക്ക് ആവശ്യത്തിന് കുറവാണ് വെള്ളം എന്നുണ്ടെങ്കിൽ ഉള്ള വെള്ളം യൂറിനായിട്ട് പുറത്തു പോകാൻ പാടില്ല, അതായത് ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം അല്ലെ. അങ്ങനെ റീറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാസോപ്രസിനെ വിട്ടിട്ട് എന്ത് ചെയ്യും? യൂറിനായിട്ട് പോകുന്ന വെള്ളം മുഴുവനും അതിനു മുമ്പ് തന്നെ കിഡ്നിയിൽ നിന്നും തിരിച്ച് റീഅബ്സോർബ് ചെയ്തിട്ട് ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പൊ നോർമൽ ലെവൽ ഓഫ് ഒരു വെള്ളം ബ്ലഡിലുണ്ട്. അതെങ്ങാനും വെള്ളം ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ, ഇൻക്രീസ് ആയാൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ വെള്ളം റീറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല, യൂറിനായിട്ട് പുറത്തു പോകണം. യൂറിനായിട്ട് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കുറച്ചാൽ മതി അല്ലെ. വെള്ളത്തിനെ തിരിച്ച് അബ്സോർബ് ചെയ്യേണ്ട കാര്യമില്ല. തിരിച്ച് അബ്സോർബ് ചെയ്യുന്ന പണി ആർക്കാണ്? വാസോപ്രസിൻ ആണ്. അപ്പൊ വാസോപ്രസിൻ വേണ്ട, വാസോപ്രസിൻ കുറവുണ്ടാക്കിയാൽ മതി. സോ ഓട്ടോമാറ്റിക്കലി അബ്സോർപ്ഷൻ കുറയും, യൂറിന്റെ അളവ് കൂടുകയും ചെയ്യും. ഓക്കെ, ബിക്കോസ് എന്താണ് വെള്ളത്തിന്റെ റീഅബ്സോർപ്ഷൻ ഫ്രം ദ കിഡ്നി ഈസ് റെഡ്യൂസ്ഡ്. അതേസമയം നോർമൽ ബ്ലഡിലുള്ള നോർമൽ വാട്ടർ ലെവല് കുറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഉള്ള വെള്ളം മുഴുവനും റീറ്റെയിൻ ചെയ്യണം, യൂറിനായിട്ട് പോകാൻ പാടില്ല. സോ ഈ പറയുന്ന സാധനം മുഴുവനും വെള്ളം മുഴുവനും തിരിച്ച് റീഅബ്സോർബ് ചെയ്യണം. അപ്പൊ വാസോപ്രസിന്റെ അളവ് കൂട്ടിയിട്ട് തിരിച്ച് റീഅബ്സോർപ്ഷൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഇത് തന്നെയാണ് സമ്മർ സീസണിൽ നടക്കണേ. ഇപ്പൊ സമ്മർ സീസണിൽ എന്താണ്? സമ്മർ സീസണിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ വിയർക്കും അല്ലെ. വിയർക്കുമ്പോ കുറെ വെള്ളം പോവും നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആവശ്യത്തിന് വെള്ളം ഫുള്ളി റീറ്റെയിൻ ചെയ്ത് വെക്കണം ബോഡിയുടെ ഉള്ളില്. അപ്പൊ വാസോപ്രസിന്റെ അളവ് കൂടി വെള്ളം കിഡ്നീസിൽ ബ്ലഡിൽ നിന്നും ഊറ്റി പോകുന്ന വെള്ളം മുഴുവനും തിരിച്ച് റീഅബ്സോർബ് ചെയ്തിട്ട് കിഡ്നിയിൽ തന്നെ റീഅബ്സോർപ്ഷൻ നടക്കും. അതുകൊണ്ട് യൂറിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതേസമയം വിന്ററിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വെറ്റേ പ്രൊഡ്യൂസ് ചെയ്യില്ല, വിയർക്കുകയില്ല. അങ്ങനെ വരുമ്പോ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഈ പറയുന്ന പോലെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വെള്ളത്തിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണമല്ലോ. എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ റീഅബ്സോർബ് ചെയ്യാതെ അങ്ങനെ പുറത്തേക്ക് വിട്ടാൽ മതി.
അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വാസോപ്രസിൻ ഉണ്ടാക്കുന്നത് അങ്ങ് കുറയ്ക്കും. അതുകൊണ്ടാണ് വിന്റർ സീസണിൽ കൂടുതൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ വാസോപ്രസിൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ വാസോപ്രസിൻ ഇനി അല്ലാതെ ഒരു അസുഖമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസോപ്രസിന്റെ അളവ് ഇപ്പൊ കുറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണം വാസോപ്രസിൻ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, വാസോപ്രസിൻ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം തിരിച്ച് റീഅബ്സോർബ് ചെയ്യുള്ളൂ അല്ലെ. വാസോപ്രസിൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കുറയും അല്ലെ, വെള്ളം തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോ റീഅബ്സോർപ്ഷൻ ഓഫ് ദ വാട്ടർ ഫ്രം കിഡ്നി ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പൊ എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ എലിമിനേറ്റഡ് ആവും ശരീരത്തിൽ നിന്നും. ഇങ്ങനെ ഒരു കണ്ടീഷനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്താണ്? ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ, അതേപോലെ ഭയങ്കരമായിട്ട് ദാഹിക്കുക, അതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് വാസോപ്രസിൻ വരുന്നതെന്ന്? സോ നമ്മൾ എന്താ പറഞ്ഞത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിന്റെയും അതുപോലെ പോസ്റ്റീരിയർ ലോബിന്റെയും രണ്ട് ഫങ്ഷൻസും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇനി സെക്സ് ഹോർമോൺസ് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആണുങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ എന്താ പറയാ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. അതേപോലെ പെണ്ണുങ്ങളുടെ ഗ്ലാൻഡ്, മേജർ ഗ്ലാൻഡ് ഫോർ സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഓവറിയാണ്. സോ ആണുങ്ങളുടെ ടെസ്റ്റിസ് എന്ന് പറയുന്നത് എന്ത് ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റെറോണിന്റെ പണി എന്താണെന്നറിയോ? സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, അതായത് വോയിസ് ചേഞ്ച് ആവുന്നത്, ഹെയറിന്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്, സ്പേം പ്രൊഡക്ഷൻ ഒക്കെയാണ് ടെസ്റ്റോസ്റ്റെറോണിന്റെ പണി എന്ന് പറയുന്നത്. അതേസമയം പെണ്ണുങ്ങളുടെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഓവറിയാണ്. ഓവറിയിൽ രണ്ട് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ആവുന്നത്, ഈസ്ട്രജനും അതുപോലെ പ്രൊജസ്ട്രോണും. ഈസ്ട്രജൻ ആണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സും മെൻസ്ട്രൽ സൈക്കിളും അതേപോലെ തന്നെ എഗ് ഉണ്ടാവുന്നത്, അതായത് ഓവ്യുലേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം പ്രൊജസ്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവ്യുലേഷനെ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവാതിരിക്കാൻ ഓവ്യുലേഷൻ കൺട്രോൾ ചെയ്യുന്നതും മെൻസ്ട്രൽ സൈക്കിളും കൺട്രോൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ എംബ്രിയോ, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എംബ്രിയോ അങ്ങനെ വന്ന് യൂട്ടറസിൽ എംബെഡ് ആവണം അല്ലെ. അതിലിങ്ങനെ കുത്തി അങ്ങനെ എംബെഡ് ചെയ്തിട്ട് അങ്ങനെ യൂട്ടറസിന്റെ ഉള്ളിൽ വന്നിട്ട് ഇംപ്ലാന്റ് ആവണം. ആ ഇംപ്ലാന്റേഷൻ നോക്കുന്നത് പ്രൊജസ്ട്രോണിന്റെ പണിയാണ്. അപ്പൊ ഓവ്യുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്, മെൻസ്ട്രൽ സൈക്കിളിനെ നോക്കുന്നത്, അതേപോലെ എംബ്രിയോ യൂട്രസിന്റെ ഇംപ്ലാന്റ് ചെയ്യുന്നതും പ്രൊജസ്ട്രോണിന്റെ പണിയാണ്. അതേസമയം ഈസ്ട്രജൻ ആണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സും ഓവ്യുലേഷനും മെൻസ്ട്രൽ സൈക്കിളും ഒക്കെ നോക്കുന്ന വേറൊരു ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ആരാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ്. ഹൈപ്പോതലാമസ് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. കുറെ ന്യൂറോ സെക്രീഷൻസ് ഉണ്ട്. ആ ന്യൂറോ സെക്രീഷൻസ് പോയി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയി സ്റ്റോർ ആവും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ആ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള സാധനമാണ്. അതും ഒരു വലിയൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് തന്നെയാണ്. സോ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പൊ ഓർമ്മയുണ്ട്, ആന്റീരിയർ പാർട്ട് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറെ കുറെ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറെ കുറെ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യും. പക്ഷെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. സോ അതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നു ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറെ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈപ്പോതലാമസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പ്രൈം കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് രണ്ട് ടൈപ്പ് ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? മേജർ ക്ലാസിഫിക്കേഷൻ പറയണേ. ഒന്ന് റിലീസിങ് ഹോർമോണും അടുത്തത് ഇൻഹിബിറ്ററി ഹോർമോണും. റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ്, അവിടെയാണ് നമ്മളെ ട്രോപ്പിക് ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുന്നത് അല്ലെ. ട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിനെയാണ് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ anterior lobe of the pituitary secretes a lot of tropic hormones. ആ anterior lobe of the pituitary നെ stimulate ചെയ്തിട്ട് ട്രോപ്പിക് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് റിലീസിങ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ട്രോപ്പിക് ഹോർമോൺസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഹോർമോൺ ആണെങ്കിൽ ആ ഹോർമോൺ ഏത് കാറ്റഗറിയിൽ പെടും? റിലീസിങ് ഹോർമോണിന്റെ
കാറ്റഗറിയിൽ പെടും. അപ്പൊ അത് എന്തൊക്കെയാണ്? TSH, ACTH, അതേപോലെ GTH ഒക്കെയാണ് അതിന്റെ ഹോർമോൺസ്. അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ഫോം എന്താണ്? TSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, GTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഇതിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈപ്പോതലാമസിൽ നിന്നും റിലീസിംഗ് ഹോർമോൺ വന്നിട്ട് പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ ട്രോപിക് ഹോർമോൺസ് എല്ലാം സെക്രീറ്റ് ആവുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഇൻഹിബിറ്ററി ഹോർമോൺ എന്താ ചെയ്യുന്നത്? അത് ഇൻഹിബിറ്റ് ചെയ്യും. എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? ട്രോപിക് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ട്രോപിക് ഹോർമോൺസ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി നിന്നും. അപ്പോൾ ആന്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി നിന്നും പുറപ്പെടുന്ന ട്രോപിക് ഹോർമോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോണിന്റെ പേരാണ് ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ബാക്കിയുള്ള എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഹൈപ്പോതലാമസ് ഇൻ ടേൺ എന്താണ്? ഇറ്റ് കൺട്രോൾസ് മോസ്റ്റ് ഓഫ് ദ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പല ടൈപ്പ് റിലീസിംഗ് ഹോർമോൺസിനെയും ഇൻഹിബിറ്ററി ഹോർമോൺസിനെയും വെച്ചിട്ടാണ് ഈ ഹൈപ്പോതലാമസ് പല എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴി കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് മനുഷ്യരിലുള്ള എല്ലാ ടൈപ്പ് കുറെ ടൈപ്പ് ഗ്ലാൻഡ്സിനെയും അതുപോലെയുള്ള ഹോർമോൺസും കണ്ടു. ഇനി ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അനിമൽസിലും വേറെ അനിമൽസിലും പ്ലാന്റ്സിലും എന്തൊക്കെ ഹോർമോൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത ഓഡിയോയിൽ നോക്കാം.